സ്ത്രീ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുക എന്നത് വർഗസമരത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വനിതാ മതിൽ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയാണെന്നും നാളെ അതൊരു വൻമതിലായി തന്നെ ഉയരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കത്തിനെതിരായ പോരാട്ടത്തിൽ സമദൂരമുണ്ടോ എന്ന് ചിലർ പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നും മുഖ്യമന്ത്രി NSSന് മറുപടിയായി പറഞ്ഞു. ഒരു മന്ത്രിക്കും എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം, എത്ര കതിരുകൾ കുവിത്തെറിഞ്ഞ കേരളം. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം സംരക്ഷിക്കാനാണ് വനിതാ മതിൽ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് വർഗസമരത്തിന്റെ ഭാഗമായി തന്നെയാണ് കാണുന്നത്. ഇവിടെ സ്ത്രീ ശാക്തീകരണം തന്നെയാണ് വനിതാ മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് വർഗസമരത്തിന്റെ ഭാഗമായി തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കാണുന്നത്. അത് വർഗസമരത്തിനെതിരായിട്ടുള്ളൊരു കാര്യമല്ല. വലിയ മതിൽ തന്നെ, വൻ മതിൽ തന്നെ രൂപം കൊള്ളാനാണ് നാളെ സാധ്യത. വർഗീയതയ്ക്കെതിരെ നവോത്ഥാനത്തിനൊപ്പം ചേരലല്ലാതെ അതിനിടയിൽ ഒരു സമദൂരത്തിന്റെ ഇടമുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതാണ്. ഏതിൽ നിന്നെല്ലാമാണ് സമദൂരം പാലിക്കുന്നത് എന്നത് സ്വയം ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി NSSന് മറുപടി നൽകി. മതനിരപേക്ഷത സംരക്ഷിക്കേണ്ട കാര്യത്തിൽ വർഗീയതയ്ക്കെതിരെ മതനിരപേക്ഷതയോടൊപ്പം ചേരലല്ലാതെ അതിനിടയ്ക്കൊരു സമദൂര നിലയുണ്ടോ എന്നതും പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതിലെല്ലാം സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തരത്തിലുള്ള ഇരട്ടത്താപ്പ് ഉണ്ടാകുന്നു എന്നതാണ്. വനിതാ മതിലിൽ പങ്കെടുത്താൽ എന്തോ നടപടി സ്വീകരിച്ചു കളയും എന്നെല്ലാം പറയുന്നവർ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെയാണ് തള്ളിപ്പറയുന്നത്. അവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആചാരങ്ങൾ പലതും മാറ്റി തന്നെയാണ് നവോത്ഥാന കേരളം മുന്നോട്ടു പോന്നിട്ടുള്ളത്. ശബരിമലയിൽ തന്നെ ദർശനം, ഭസ്മക്കുളത്തിലെ കുളി, വ്രതാനുഷ്ഠാനം, വസ്ത്രധാരണം എന്നിവയിൽ ആചാരങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. സ്ത്രീകളെ നിർബന്ധിച്ച് മല കയറ്റുക എന്നത് സർക്കാരിന്റെ ലക്ഷ്യമല്ല. എന്നാൽ ദർശനത്തിനായി എത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാധാരണ നിലക്ക് നമ്മൾ കാണേണ്ടത് ഏതെങ്കിലും സ്ത്രീയെ ശബരിമലയിൽ കയറ്റുക എന്നത്, അതായത് എങ്ങനെയെങ്കിലും അവിടെ കൊണ്ടുപോയി ദർശനം നടത്തിക്കുക, അത് സർക്കാരിന്റെ അജണ്ടയല്ല. സുപ്രീം കോടതി വിധി അനുസരിച്ച് ഒരു സ്ത്രീ വരുന്നു, ആ സ്ത്രീ ശബരിമലയിൽ പോകണമെന്ന് പറയുന്നു. അപ്പോൾ അതിനാവശ്യമായ സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് സർക്കാർ നിറവേറ്റുന്നത്. അത് ഇനിയും ചെയ്യും. ശബരിമലയിലേക്ക് സ്ത്രീകൾ വരരുതെന്ന് പറയാൻ ഒരു മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും അവകാശമില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വനിതാ മതിലിൽ 50 ലക്ഷത്തിലധികം പേർ അണിനിരക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മതനിരപേക്ഷ സംഗമമായി വനിതാ മതിൽ മാറുമെന്നും കോടിയേരി പറഞ്ഞു. നാളെ കേരളം ഒരു പുതിയ ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ജനുവരി 1 വൈകുന്നേരം 4 മണിക്ക് ദേശീയപാതയിൽ നടക്കുന്ന സ്ത്രീകളുടെ മതിലിൽ 50 ലക്ഷം പേർ പങ്കെടുക്കും എന്ന് വ്യക്തമാകുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും സ്ത്രീകളുടെ പങ്കാളിത്തം ഇതിൽ വർദ്ധിച്ചു വരുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തുടനീളം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ കിലോമീറ്റർ ദൂരത്തിലും വനിതാ മതിലിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാനും ആവശ്യമായ ഇടപെടൽ നടത്താനും 620 പ്രവർത്തകർ, സ്ത്രീ പ്രവർത്തകർ ഇതിനുവേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. വനിതാ മതിൽ ലോകമാകെ ഉറ്റുനോക്കുന്ന അഭിമാന മതിലാകുമെന്ന് ഇടതുപക്ഷ മഹിളാ സംഘടനകൾ. പഴഞ്ചൻ ആചാരങ്ങളുടെയും മൂഢവിശ്വാസങ്ങളുടെയും പേരിൽ കേരളത്തെ പ്രാകൃതമായ അവസ്ഥയിലേക്ക് പിന്നോട്ടടിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പായി വനിതാ മതിൽ മാറുമെന്നും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാക്കൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ സംബന്ധിച്ചും ലിംഗനീതി പുലർത്തേണ്ട ആവശ്യങ്ങൾ സംബന്ധിച്ചും സാമൂഹ്യ സംവാദങ്ങൾ ഉയർന്നുവരാൻ വനിതാ മതിൽ എന്ന ആശയം ഇടയാക്കിയെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ മുന്നണി നേതാക്കൾ പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ലോകത്തെമ്പാടും ചർച്ചകൾ നടക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ മലയാളി വനിതകൾ അനുഭാവി മതിലുകൾ തീർത്തു എന്നത് അഭിമാനകരമാണെന്നും ഇവർ പറഞ്ഞു.
പ്രശസ്ത സിനിമാ താരം സുഹാസിനി, പത്രപ്രവർത്തക ജയതി ഘോഷ് എന്നിവർ ഉൾപ്പെടെ പ്രഗത്ഭരായ ഒട്ടേറെ വനിതകൾ മതിലിന് പിന്തുണ നൽകി രാജ്യത്തെമ്പാടും രംഗത്ത് വരികയാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളായി അനുഭവ മതിലുകൾ ഉയരുകയാണ്. AIWA, കേരള മഹിളാ സംഘം, മഹിളാ ജനത, മഹിളാ കോൺഗ്രസ് എസ്, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾ ശക്തമായ സംഘടനാ ഇടപെടലുകൾ ഇതിനകം തന്നെ നടത്തിക്കഴിഞ്ഞു. ഗൃഹസന്ദർശനം, ലഘുലേഖ വിതരണം, പ്രചാരണ ജാഥകൾ, വിളംബര ജാഥകൾ, ഫ്ലാഷ് മോബ് എന്നിവയെല്ലാം കേരളത്തിന്റെ തെരുവോരങ്ങളിലാകെ പുതിയ ഉണർവാണുണ്ടാക്കിയിരിക്കുന്നത്. വളരെ സന്തോഷപൂർവ്വം ഈ സാമൂഹ്യ സംഘടനകൾ ഉയർത്തിയിട്ടുള്ള ഈ ആശയത്തെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. ആ വനിതാ മതിൽ വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഒരു വലിയ സ്ത്രീ മുന്നേറ്റത്തിന് തുടക്കം കുറിക്കുക തന്നെയാണ് എന്നുള്ളതാണ് ഞങ്ങൾ അർത്ഥമാക്കുന്നത്. അന്വേഷി, പെൺകുട്ടി, നിസ, സേവ, സഖി എന്നിങ്ങനെ ഒട്ടേറെ ഗ്രൂപ്പുകൾ പിന്തുണയുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. ഗോത്രമഹാസഭാ നേതാവ് CK ജാനു മതിലിൽ അണിചേരും. അന്തർദേശീയ മാധ്യമങ്ങൾ വനിതാ മതിൽ ചിത്രീകരിക്കാൻ രംഗത്ത് വരികയാണ്. മതിൽ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളും രൂപപ്പെട്ടിരിക്കുന്നു. ദേശീയപാതയിലെ 620 കിലോമീറ്റർ ദൈർഘ്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ അഭിമാന മതിലിനെ നിരീക്ഷിക്കാൻ യൂണിവേഴ്സൽ റിക്കാർഡ് ഫോറം നിരീക്ഷണ സംവിധാനവുമായി രംഗത്തുണ്ട്. സ്ത്രീ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ തുല്യനീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഇത് വലിയ കരുത്തു പകരും. അന്തർദേശീയ തലത്തിൽ തന്നെ അത് വലിയ പ്രചോദനമാകും എന്ന് ഞങ്ങൾ കരുതുകയാണ്. കാസർഗോഡ് മന്ത്രി KK ശൈലജ ടീച്ചറും തിരുവനന്തപുരത്ത് ബൃന്ദ കാരാട്ട്, ആനി രാജ, ജമീല പ്രകാശം, TN സീമ എന്നിവരും എറണാകുളത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈൻ, സുഭാഷിണി അലി, അരുണ റോയ്, കമല സദാനന്ദൻ എന്നിവരും, കണ്ണൂരിൽ PK ശ്രീമതി, മലപ്പുറത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഖിലേന്ത്യാ സെക്രട്ടറി മറിയം ദബ്ലയും, കൊല്ലത്ത് ഫിഷറീസ് വകുപ്പ് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയും, സാമൂഹ്യക്ഷേമ ബോർഡ് അധ്യക്ഷ സൂസൻ കോടിയും, പാലക്കാട് KS അലീഖയും, ആലപ്പുഴയിൽ CS സുജാതയും, തൃശൂരിൽ R ബിന്ദുവും, കോഴിക്കോട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി P സതീദേവിയും, അന്വേഷി നേതാവ് K അജിതയും, പെൺകുട്ടി വിജിയും, KK ലതിക, കാനത്തിൽ ജമീല എന്നിവരും മതിലിന്റെ ഭാഗമാകും. പ്രശസ്ത എഴുത്തുകാരികളായ P വത്സല, KP സുധീര, സുജ സൂസൻ ജോർജ്, ജാനമ്മ കുഞ്ഞുണ്ണി, ആര്യ ഗോപി, കായിക പ്രതിഭകളായ മേഴ്സിക്കുട്ടൻ, പ്രീജ ശ്രീധരൻ എന്നിവരും മതിലിൽ അണിചേരും. സ്ത്രീകൾ ദേശീയപാതയുടെ പടിഞ്ഞാറ് വശത്ത് അണിനിരക്കുമ്പോൾ അവരോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പുരുഷാരമാകെ കിഴക്ക് വശത്ത് അണിനിരക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വനിതാ മതിലിന് ഐക്യദാർഢ്യവുമായി ബ്രിട്ടനിലെ മലയാളികളും. ബ്രിട്ടനിലെ ഇടതുപക്ഷ പുരോഗമന സാംസ്കാരിക സംഘടനയായ സമീക്ഷയുടെ നേതൃത്വത്തിലാണ് വനിതാ മതിലിന് ഐക്യദാർഢ്യം അർപ്പിച്ച് മനുഷ്യമതിൽ തീർത്തത്. ലണ്ടനിലെ ഇന്ത്യൻ ഹൌസിന് മുന്നിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ മനുഷ്യമതിലിൽ നിരവധി പേരാണ് അണിചേർന്നത്. ബ്രിട്ടനിലെ ഇടതുപക്ഷ പുരോഗമന സാംസ്കാരിക സംഘടനയായ സമീക്ഷയുടെയും വനിതാ വിഭാഗമായ സ്ത്രീ സമീക്ഷയുടെയും നേതൃത്വത്തിലാണ് ലണ്ടനിലെ ഇന്ത്യ ഹൌസിന് മുൻപിൽ മനുഷ്യമതിൽ സംഘടിപ്പിച്ചത്. ബ്രിട്ടനിലെ പുരോഗമന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ, ക്രാന്തി, ചേതന, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ വുമൺ, പ്രോഗ്രസീവ് റൈറ്റേഴ്സ് അസോസിയേഷൻ, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് തുടങ്ങിയ സംഘടനാ പ്രവർത്തകർ മതിലിൽ അണിചേർന്നു. മനുഷ്യമതിൽ അണിചേർന്ന മുഴുവൻ പ്രവർത്തകർക്കും ബ്രിട്ടനിലെ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ജനറൽ സെക്രട്ടറി ഹർസേവ് ബെയിൻസ് പ്രതിജ്ഞാവാചകങ്ങൾ ചൊല്ലിക്കൊടുത്തു. ഇന്ത്യൻ വർക്കേഴ്സ് അസോസിയേഷൻ ദേശീയ സെക്രട്ടറി ജോഗിന്ദർ, വൈസ് പ്രസിഡന്റും ബ്രിട്ടനിലെ ലേബർ കൌൺസിലറുമായ സുഗതൻ തെക്കേപ്പുര, ചേതന, ക്രാന്തി എന്നീ സംഘടനാ ഭാരവാഹികളും യോഗത്തിൽ പ്രസംഗിച്ചു. കേരളത്തിൽ നാളെ നടക്കാനിരിക്കുന്ന വനിതാ മതിലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ലണ്ടനിൽ മനുഷ്യമതിൽ സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്. വനിതാ മതിലിനോടനുബന്ധിച്ച് നിരവധി ആവിഷ്കാരങ്ങളാണ് സംസ്ഥാനത്തെമ്പാടുമായി നടക്കുന്നത്. മതിലിനോടനുബന്ധിച്ച് മാനവീയം വീഥി കൂട്ടായ്മ മുദ്രാഗീതം പുറത്തിറക്കി. മതിലിന്റെ വിജയത്തിനായി ശംഖുമുഖത്ത് DYFI മണൽ ശില്പവും ഒരുക്കി. വനിതകളുടെ വൻമതിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ശരീരത്തിലൂടെ കടന്നുപോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെമ്പാടുമായി നിരവധി ആവിഷ്കാരങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളുമാണ് നടക്കുന്നത്. DYFIയുടെ നേതൃത്വത്തിൽ ശംഖുമുഖം കടൽ തീരത്ത് മണൽ ശില്പം ഒരുക്കി. ശില്പി മുഗലിന്റെ നേതൃത്വത്തിലാണ് ശില്പം ഒരുക്കിയത്. DYFI സംസ്ഥാന അധ്യക്ഷൻ AA റഹീം, മുൻ DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് M വിജയകുമാർ, CPIM നേതാവ് V ശിവൻകുട്ടി, വിനീത് എന്നിവർ പങ്കാളികളായി. നവോത്ഥാന ചരിത്രങ്ങളൊക്കെ തന്നെ കച്ചവടവൽക്കരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന RSSനും BJPക്കും എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഈ പറയുന്ന മണൽ ശില്പത്തെ ഞങ്ങൾ കാണുന്നത്. മാനവീയം വീഥി തിരുവോരം സാംസ്കാരിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പെൺകരുത്തുകൾ നമ്മൾ എന്ന് പേരിട്ട മുദ്രാഗീതം TN സീമ വിനോദ് വൈശാഖിക്ക് നൽകി പ്രകാശനം ചെയ്തു. KG സൂരജ് രചനയും ആലാപനവും നിർവഹിച്ച മുദ്രാഗീതത്തിൽ കവയത്രി മഞ്ജു വൈഖരിയും പാടിയിട്ടുണ്ട്. വനിതാ മതിലിനോടനുബന്ധിച്ച് നിരവധി പ്രചാരണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്തെമ്പാടുമായി നടക്കുന്നത്.
ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നാളെ നടക്കുന്ന വനിതാ മതിലിൽ 1 ലക്ഷം പേരെ പങ്കെടുപ്പിക്കുമെന്ന് യാക്കോബായ സഭ. മതേതര മൂല്യങ്ങൾക്കും സ്ത്രീ ശാക്തീകരണത്തിനും നവോത്ഥാന മൂല്യങ്ങൾക്കും വേണ്ടി അണിനിരക്കുന്ന വനിതാ മതിലിൽ നിന്നും മാറി നിൽക്കേണ്ട കാര്യമില്ലെന്ന് കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. ന്യൂനപക്ഷങ്ങളടക്കമുള്ള ജനവിഭാഗങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഡിസംബർ 26-ന് പുത്തൻകുരിശിൽ ചേർന്ന യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ സുനഹദോസിലാണ് വനിതാ മതിലിൽ വിശ്വാസികളും അണിചേരാൻ തീരുമാനിച്ചത്. 1 ലക്ഷം വനിതകളെ ജനുവരി 1-ന് വനിതാ മതിലിനൊപ്പം അണിചേർക്കും. മതേതര മൂല്യങ്ങളും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കിയാണ് സർക്കാർ വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതെന്ന് യാക്കോബായ സഭ കൊച്ചി ഭദ്രാസനാധിപൻ ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ലക്ഷക്കണക്കിന് സ്ത്രീകളെ, വനിതകളെ അണിനിരത്തി നടക്കുന്ന ഈ ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ ഒരു സംഗമം മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണവും നവോത്ഥാന മൂല്യങ്ങൾക്ക് കൂടുതൽ ഇന്നിൻ്റെ സാഹചര്യത്തിൽ കൂടുതൽ അർത്ഥതലങ്ങൾ കൊടുക്കുവാനുമൊക്കെയുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമാണെന്നുള്ള ബോധ്യം സുനഹദോസിൽ ചർച്ചയിൽ അത് രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിലെ യൂത്തിൻ്റെ വനിതാ വിഭാഗവും സമാജത്തിലെ അംഗങ്ങളും അതാത് ഇടങ്ങളിൽ അവരുടേതായ നിലയിലുള്ള ഒരു സഹകരണം, പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കണമെന്നുള്ള നിലയിലുള്ള ഡയറക്ഷനും തീരുമാനവുമാണ് സുനഹദോസ് കൈക്കൊണ്ടിട്ടുള്ളത്. നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ പരിപാടിയിൽ നിന്നും ന്യൂനപക്ഷങ്ങൾ മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതില് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നുള്ള ഒരു സന്ദേശവും ഇതിലുണ്ട് എന്നുള്ളതായ ബോധ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. മെത്രാപ്പോലിത്തമാരുടെ നേതൃത്വത്തിൽ സഭയുടെ വനിതാ സമാജവും യൂത്ത് വിങ്ങും വനിതാ വിഭാഗവും കൈകോർത്താണ് വനിതാ മതിലിൽ അണിചേരുന്നത്. ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടുത്താതെയാണ് സർക്കാർ വനിതാ മതിൽ തീർക്കുന്നതെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കേരളം ഒന്നാകെ വനിതാ മതിലിൽ അണിചേരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. രാജ്യസഭയിൽ പ്രതിപക്ഷ കക്ഷികളുടെ പ്രതിഷേധം, ഒപ്പം മുത്തലാഖ് വിഷയം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ഒപ്പം കാവേരി പ്രശ്നം മുൻനിർത്തി AIADMKയും രാജ്യസഭയിൽ പ്രതിഷേധമുയർത്തുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ശരത് കെ ശശി ചേരുകയാണ്. ശരത്, രാവിലെ TRS ശക്തമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർത്തിയതും ബഹിഷ്കരണം ഉണ്ടാക്കിയതും. ഇന്ന് എന്തൊക്കെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ? ഒപ്പം AIADMKയുടെ, അണ്ണാ DMKയുടെ പ്രതിഷേധത്തിന്റെ കാരണങ്ങൾ? അജംഷാദ്, അണ്ണാ DMK അംഗങ്ങൾ കാവേരി നദീ വിഷയത്തിൽ കാവേരിയിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചത് മൂലം രാജ്യസഭാ നടപടികൾ 15 മിനിറ്റ് നേരത്തേക്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതേസമയം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി, അണ്ണാ DMK ഒഴികെയുള്ള പാർട്ടികളൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് മുത്തലാഖ് വിഷയം രാജ്യസഭ ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. എന്നാൽ രാജ്യസഭ മുത്തലാഖ് വിഷയം ചർച്ച ചെയ്യുന്നതിന് മുൻപായി നിലവിൽ ഈ ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഒരു പ്രമേയം നൽകിയിട്ടുണ്ട്. ആ പ്രമേയം പരിഗണിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ഒരു ആവശ്യത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് മുത്തലാഖ് ബില്ലിന്മേലുള്ള ചർച്ച രാജ്യസഭയിൽ ആരംഭിക്കുന്നതിന് മുൻപായി തന്നെ മുത്തലാഖ് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പരിഗണിക്കണമെന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തന്നെ ആവശ്യം. ഈ ആവശ്യമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അണ്ണാ DMK നടത്തുന്ന പ്രതിഷേധവുമായി പ്രതിപക്ഷ പാർട്ടികൾക്ക് ബന്ധമില്ല എന്നും ഇത് കേന്ദ്ര സർക്കാർ ഈ ഒരു ബില്ല് ചർച്ചയാകുന്നതിൽ നിന്നും വഴിതിരിച്ചുവിടാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, കേന്ദ്ര സർക്കാർ സ്പോൺസേഡായ ഒരു പ്രതിഷേധമാണ് അണ്ണാ DMKയുടെ ഇത് എന്നുമുള്ള ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ബില്ല് ടേബിൾ ചെയ്യാൻ വേണ്ടി പോലും സാധിച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്. എന്നാൽ ബില്ലിന്മേലുള്ള ചർച്ചയാകാമെന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ. പക്ഷേ അത് പറ്റില്ല. അതിനു മുൻപായി തന്നെ ബില്ലിനെ എതിർത്തുകൊണ്ട് ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ള ആവശ്യം പരിഗണിച്ച പ്രമേയം പരിഗണിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ രീതിയിലാണ് സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ മുത്തലാഖ് വിഷയത്തിൽ രാജ്യസഭയിൽ ചർച്ച നടക്കുക എന്നത് അസാധ്യമായിരിക്കും. കാരണം
നേരത്തെ രാവിലെ രാജ്യസഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ അണ്ണാ-DMK പ്രതിഷേധം സംഘടിപ്പിക്കുകയായിരുന്നു. അത് സഭാ നടപടികൾ 2 മണിക്ക് പുനരാരംഭിച്ചപ്പോഴും നടന്നു. തുടർന്നും പ്രതിഷേധം നടത്തുമെന്നുള്ളത് തന്നെയാണ് അണ്ണാ-DMK എംപിമാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആഗ്രഹിക്കുന്നത് മുൻപ് ചെയ്തതുപോലെ തന്നെ ബില്ല് കേവലം സഭയിൽ ടേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഈ ഒരു ബില്ല് ചർച്ചയ്ക്കെടുത്ത് വോട്ടിലിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ യാതൊരു കാരണവശാലും ബില്ല് വിജയിപ്പിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുകയില്ല. ആ ഭൂരിപക്ഷം കേന്ദ്ര സർക്കാരിന്റെ നിലവിൽ രാജ്യസഭയ്ക്കകത്തില്ല. 116 അംഗങ്ങൾ കൃത്യമായും ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഇത് സംബന്ധിച്ചൊരു ധാരണയിൽ ഇന്ന് രാവിലെ തന്നെ എത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത് കേന്ദ്ര സർക്കാരിന് ക്ഷീണമാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ബില്ല് തൽക്കാലം രാജ്യസഭയിൽ ടേബിൾ ചെയ്യാൻ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ താല്പര്യപ്പെടുന്നത്. അത് ലക്ഷ്യമാക്കിക്കൊണ്ടുകൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അണ്ണാ-DMK ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധം വരെ സ്പോൺസർ ചെയ്തത് എന്നാണ് കരുതേണ്ടത്. ശരത്, ഇതിന് സമാനമായ രീതികൾ പലപ്പോഴും നാം കണ്ടതാണ്. അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനുള്ള ഘട്ടത്തിൽ പോലും ഇതുപോലെ അണ്ണാ-DMK ആണ് അന്നും ഉപയോഗിച്ചിരുന്നത്. പ്രധാനപ്പെട്ട ഒരു വിഷയം എത്തുന്ന ഘട്ടത്തിലൊക്കെ ജനാധിപത്യത്തിന് ഈ ക്രമത്തെ മറികടക്കാൻ ഈ മോദി സർക്കാർ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അതിന് അണ്ണാ-DMK ആണ് വിധേയമാകുന്നത്. ഇന്നും അതിന് സമാനമായ സംഭവ വികാസങ്ങൾ തന്നെയാണോ നടക്കുന്നത്? തീർച്ചയായും ജിംഷാദ്, ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ മുത്തലാഖ് ബില്ല് പരിഗണിച്ച വേളയിൽ അണ്ണാ-DMK അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മുത്തലാഖ് ബില്ലിനെ എതിർത്തുകൊണ്ടും ഭേദഗതി നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറിയിരിക്കുന്നു. ഇന്ന് മുത്തലാഖ് ബില്ല് പരിഗണിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ആ ഒരു പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്നും അതിലെ മുത്തലാഖ് ബില്ലുമായി ബന്ധപ്പെട്ട് അണ്ണാ-DMKയുടെ എതിർപ്പുകൾ അറിയിക്കാൻ പോലും സന്നദ്ധമാകാതെ മറ്റു വിഷയത്തെ ഊന്നിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് അണ്ണാ-DMK തയ്യാറാവുന്നത്. ഇത് തീർച്ചയായും നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ ഒരു കേന്ദ്ര സർക്കാർ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ BJP പ്രധാനമായും ഇടപെട്ടുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം സ്പോൺസർ ചെയ്തതാണോ എന്നുള്ള സംശയം ജനിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ഒരു ബില്ല് യാതൊരു കാരണവശാലും വിജയിപ്പിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം BJP നടത്തിയതാണ്. അതിന് അണ്ണാ-DMK ഉപയോഗപ്പെടുത്തിയതാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് പ്രതിപക്ഷത്തിന് വേണ്ടി സംസാരിച്ച ഡെറക് ഒബ്രയാനും അതുപോലെ തന്നെ ഗുലാം നബി ആസാദിന്റെയും പ്രസ്താവനകൾ. ഗുലാം നബി ആസാദ് പറഞ്ഞത് 90% പ്രതിപക്ഷ പാർട്ടികളും ബില്ലും അതുപോലെ തന്നെ മുത്തലാഖ് വിഷയവും കൃത്യമായി രാജ്യസഭയിൽ ചർച്ചയാകണമെന്നുള്ള നിലപാടിലാണ് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെ സഭാ നടപടികൾ മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആഗ്രഹിക്കുന്നത് എന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ നിലപാടിന് വിരുദ്ധമാണ് എന്നുള്ളത് കൂടി ഗുലാം നബി ആസാദും അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി സംസാരിച്ച ഡെറക് ഒബ്രയാനും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ അണ്ണാ-DMK ഏത് താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാകുന്നതാണ്. അജിംഷാദ്. ശരി, ശരത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രളയ പുനർനിർമ്മാണത്തിന് വ്യാജ പ്രചരണത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ മറുപടി. പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും പ്രവർത്തനം ഇഴഞ്ഞു നീങ്ങുന്നു എന്നത് തെറ്റായ കാര്യമാണെന്നും വ്യാജ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രളയ ദുരിതാശ്വാസവും പുനർനിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് വളരെ പ്രമുഖമായൊരു പത്രത്തിൽ തന്നെ ഇന്ന് വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അത് തീർത്തും അടിസ്ഥാനരഹിതമായൊരു കാര്യമാണ്. സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അത്തരൊരു വാർത്ത ഇന്നത്തെ ദിവസം വരിക എന്നത് പ്രാധാന്യമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ വാർത്ത കൊടുത്തത്. വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള താല്പര്യമായിരുന്നുവെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട് വസ്തുതകൾ മനസ്സിലാക്കി റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാകുമായിരുന്നു. യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കം സമവായ ചർച്ചയിലൂടെ പരിഹരിക്കാൻ സർക്കാർ ശ്രമം നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാർ ചില നടപടികൾ സ്വീകരിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ഒന്ന് വിശദമായി അവരുമായിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ്. കാര്യം സമവായത്തിൽ തീർക്കാനാവണം എന്താണ് സർക്കാർ കാണുന്നത്. ഒരെങ്കിലും ഒരു അനിഷ്ട സംഭവം ഒരു പള്ളിമുറ്റത്തുണ്ടായാൽ ആ അനിഷ്ട സംഭവത്തിന് ഇരയായ ആളുകൾക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ആ സഭാവിശ്വാസികൾക്ക് മാത്രമല്ല വേദനിക്കുക, നമ്മുടെ സമൂഹത്തിനാകെ വേദനിക്കും. അതാണ് ഇവിടെ ഇതിനൊക്കെയുള്ളൊരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയിക്കൂടാ, നല്ല നിലക്ക് തീരണം എന്നതാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായി
ഒരു ആവശ്യമാണെങ്കിൽ ഇവരുടെ യോഗം വിളിച്ചു ചേർക്കുന്ന കാര്യം തന്നെ സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ ശിശുമരണ നിരക്ക് കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരന്തരമായ പരിശോധനകൾ നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ ടീച്ചർ. ശിശുമരണങ്ങളെക്കുറിച്ച് യൂണിസെഫുമായി സഹകരിച്ച് പഠനം നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടിയിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. ഈ വർഷം മാത്രം അട്ടപ്പാടിയിൽ 14 ശിശുമരണങ്ങളുണ്ടായ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അട്ടപ്പാടി സന്ദർശിച്ചത്. ശിശുമരണ നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ വർദ്ധിച്ച സാഹചര്യത്തിൽ യൂണിസെഫുമായി ചേർന്ന് പഠനം നടത്തുമെന്ന് കെ ശൈലജ പറഞ്ഞു. നമ്മുടെ നാട്ടിലെ വിദഗ്ധരെല്ലാം ഉപയോഗിച്ച് ഒരുപാട് പഠനം നടന്നിട്ടുണ്ട്. യഥാർത്ഥ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ യൂണിസെഫിന്റെ നേതൃത്വത്തിൽ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ അവർക്ക് എഴുതിയിട്ടുണ്ട്. മിക്കവാറും ഈ മാസം തന്നെ നമുക്കൊരു പഠന സംഘത്തെ നിയോഗിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത്. അത് ഇപ്പം 2 മെഡിക്കൽ കോളേജുകളുണ്ട്, പാലക്കാടും അതുപോലെ തൃശ്ശൂരും. അവിടെയുള്ള കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തെയും നമുക്കതിൻ്റെ കൂടെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നം അട്ടപ്പാടിയിലില്ല. ആശുപത്രികളിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമുണ്ട്. ശിശുമരണമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നിരന്തരം പരിശോധനകൾ നടത്തും. എല്ലാ മാസവും DMO ഇവിടെ വന്നിട്ട് പരിശോധന നടത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചയിലൊരിക്കൽ ഇതൊക്കെ സ്റ്റേബിൾ ആവുന്നു എന്ന് ഉറപ്പ് വരുന്നതുവരെ RCH ഓഫീസർ ഇവിടെ വന്നിട്ട് പരിശോധിക്കും. അപ്പോൾ DHS 5-6 മാസത്തിലൊരിക്കൽ അവർ വന്നിട്ട് ഇതെല്ലാം മോണിറ്റർ ചെയ്യും. തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്തും ഇതെല്ലാം ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതൊന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ, ശിശുമരണ നിരക്ക് കുറച്ച് കൊണ്ടുവരുന്നത് വരെ ഈ നിരന്തര പരിശോധന തുടരും. സമൂഹ അടുക്കളയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും ഇവയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. ആരോഗ്യവകുപ്പും സാമൂഹ്യക്ഷേമ വകുപ്പും പട്ടികവർഗ വകുപ്പും യോജിച്ച് നവജാത ശിശുപരിപാലനത്തിൽ പരിശീലനം നൽകും. ഊരുകളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. കോട്ടത്തറ ട്രൈബൽ ആശുപത്രി സന്ദർശനത്തിന് ശേഷം ആരോഗ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ വിവിധ വകുപ്പുദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി കൈരളി ടിവിയും. പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി ട്രിവാൻഡ്രം ക്ലബ്ബും കൈരളി ടിവിയും ചേർന്ന് മെഗാ ഷോ സംഘടിപ്പിക്കുന്നു. ക്ലബ് ഗ്രൗണ്ടിൽ നടക്കുന്ന ഷോയിൽ നിരവധി താരങ്ങളും പങ്കെടുക്കും. 2019 അവസാന ഡിസംബർ രാത്രിയെ ആഘോഷങ്ങളോടെയാണ് ട്രിവാൻഡ്രം ക്ലബിലെ അംഗങ്ങളും കൈരളി ടിവിയും ചേർന്ന് യാത്രയാക്കുന്നത്. പ്രശസ്ത പാട്ടുകാരൻ നരേഷ് അയ്യരുടെ നേതൃത്വത്തിൽ വലിയൊരു താരനിരയാണ് ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഷോയിൽ അണിനിരക്കുന്നത്. ചടുല സംഗീതവും വർണ്ണനൃത്തങ്ങളും കോർത്തിണക്കുന്ന ഹലോ 2019 എന്ന മെഗാ ഷോ കൈരളി ടിവി തത്സമയം സംപ്രേഷണം ചെയ്യും. ട്രിവാൻഡ്രം ക്ലബ്ബ് ഹെലോ 2019 എന്ന് പറഞ്ഞ് വിപുലമായ ഒരു പരിപാടിയാണ് ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ താരനിര തന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഇത് കാണണം എന്നുള്ളൊരാഗ്രഹത്തിൻ്റെ പേരിൽ കൈരളി ടിവിയുമായിട്ടുള്ള സഹകരണത്തോടുകൂടി ചെയ്യുകയാണ്. എല്ലാ വർഷവും ഇത്തരത്തിൽ ട്രിവാൻഡ്രം ക്ലബ്ബ് പുതുവർഷത്തെ വരവേൽക്കുവാൻ വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത്. ഒരു വർഷം കൂടി ചരിത്രത്തിലേക്ക് മറയുമ്പോൾ വൈവിധ്യമാർന്ന ആഘോഷ പരിപാടികൾ തന്നെയാണ് ഇക്കൊല്ലവും ക്ലബ്ബ് സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബൈ എ ഹോം വിൻ എ ഹോം സ്കീമിലെ ഭാഗ്യശാലികളെ തെരഞ്ഞെടുത്തു. കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ലക്ഷറി അപ്പാർട്ട്മെന്റുകൾ സ്വന്തമാക്കിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 പേർക്കാണ് കൊച്ചിയിൽ ഫുള്ളി ഫർണിഷ്ഡ് അപ്പാർട്ട്മെന്റ് സമ്മാനമായി നൽകിയത്. ഇതിന് പുറമെ പുതിയ റിവാർഡ് സ്കീമും പ്രഖ്യാപിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഫ്ളാറ്റോ വില്ലയോ സ്വന്തമാക്കുന്ന 180 പേരിൽ നിന്നും 5 കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരപൂർണമായ ക്രൂയിസ് ഷിപ്പ് സിംഫണി ഓഫ് സീസൺ ഒരാഴ്ച ഉല്ലസിക്കാനുള്ള അമേരിക്കൻ പാക്കേജാണ് സമ്മാനം. US-ലേക്കുള്ള വിമാനയാത്ര ഉൾപ്പെടെ എല്ലാ ചെലവുകളും പാക്കേജിന്റെ ഭാഗവുമാണ്. അതിനകത്ത് തന്നെയാണ്